നവംബർ 1 നമുക്ക് സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞ് നവംബർ 2 ചാർജ് ഷീറ്റ് വാങ്ങിക്കാൻ വിളിച്ചിരുന്നു. അപ്പം നമുക്ക് മെയിൽ അയച്ച് തന്നാൽ മതി, വരാൻ പറ്റില്ല എന്ന് അറിയിച്ചു. പക്ഷേ അവർ എത്ര ലേറ്റ് ആയാലും വൈകുന്നേരം 6 ആയപ്പോഴേ വിളിച്ചു പറയുന്നത്, എത്ര ലേറ്റ് ആയാലും അന്ന് തന്നെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 8:30 ആയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്ന് ഇത് വാങ്ങിച്ചതിന് ശേഷം നിതീഷ് കുമാർ സിൻഹ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ക്യാബിനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ പിന്നെയും പേടിപ്പിക്കുകയോ ചെയ്ത്, നിന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യിക്കും, അന്ന് നിനക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉന്നത ജാതിയിലുള്ളവർ താഴ്ന്ന ആൾക്കാരുടെ പെരുമാറും, നിനക്ക് അന്നേ മനസ്സിലാവുള്ളൂ, ഇതൊന്നും അല്ല, നീ എൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നും പറഞ്ഞ് കാലിലും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടുത്തെ CCTVയിൽ ഉള്ളതാണ്. പക്ഷേ അതവർ നശിപ്പിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. എന്താണേലും ഈ അടിച്ചതും കാല് പിടിപ്പിച്ചതും ഒക്കെ CCTVയിൽ ഉള്ളതാണ്. അടിച്ചത് ആ ബാങ്കിലുള്ള മറ്റു ഉദ്യോഗസ്ഥർ കണ്ടതുമാണ്. പക്ഷേ ബാങ്കിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സസ്പെൻഷൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്ക് ട്രാൻസ്ഫർ. അതുകൊണ്ട് ആരും പേടിച്ചിട്ടൊന്നും പറയില്ല. പോലീസ് ഒന്ന് ചോദിച്ചപ്പോഴാണെങ്കിലും ആരും കണ്ടിട്ടില്ല എന്ന് പറയണില്ല, പക്ഷേ അവർക്ക് പറയാൻ പേടിയാണ്. അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ കേസ് ഞങ്ങൾക്ക് കിട്ടിയ പണിഷ്മെൻ്റാണ് അതിലും ഇത്. അഹമ്മദാബാദിന് ട്രാൻസ്ഫർ ഓക്കെയാണ്, പക്ഷേ 11 വർഷത്തെ ഇൻക്രിമെൻറ്റ് കട്ടാണ്. എൻ്റെ ഹസ്ബൻഡിന് 11 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത്. 11 വർഷത്തെ ഇൻക്രിമെൻറ്റ് കട്ടും, 4 വർഷത്തേക്ക് ഇൻക്രിമെൻ്റ് ഇല്ല. അതായത് 11 വർഷം എക്സ്പീരിയൻസ് ഉള്ള സേവനമുള്ള ഒരാൾക്ക് 15 വർഷത്തെ ഇൻക്രിമെൻറ്റ് കട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ മെയിൽ അയച്ചു എന്ന് പറഞ്ഞ്